നമസ്കാരം. 1957 കേരളത്തിലെ ആദ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അന്ന് 127 നിയമസഭാ മണ്ഡലങ്ങളായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത്. 1965 അത് പുനഃസംഘടിപ്പിക്കുന്നത്. അന്നത് 140 മണ്ഡലങ്ങളായി. പിന്നീട് 2008 വീണ്ടും ഒരു പുനഃസംഘടന നടന്നു. ജനസംഖ്യയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായതുകൊണ്ടായിരുന്നു ആ പുനഃസംഘടന. എന്നാൽ 140 മണ്ഡലങ്ങൾ അതേപടി നിലനിർത്തി, ചില മണ്ഡലങ്ങൾ ഇല്ലാതാക്കി, ചില മണ്ഡലങ്ങൾ വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. ജനസംഖ്യാനുപാതികമായിരുന്നു ഈ മാറ്റം. അങ്ങനെ മലപ്പുറം ജില്ലയിലും മലബാറിലെ മറ്റു പ്രദേശങ്ങളിലും പുതിയ മണ്ഡലങ്ങൾ രൂപീകരിക്കപ്പെട്ടു. തിരുവിതാംകൂറിൽ, പ്രത്യേകിച്ച് ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള ജില്ലകളിൽ പല മണ്ഡലങ്ങളും ഇല്ലാതായി. കോട്ടയത്തെ വാഴൂരും പത്തനംതിട്ടയിലെ കല്ലൂപ്പാറയുമൊക്കെ അങ്ങനെ ഇല്ലാതായ മണ്ഡലമാണ്. തിരുവനന്തപുരത്തെ 3 മണ്ഡലങ്ങൾ ലോപിച്ച് തിരുവനന്തപുരവും വട്ടിയൂർക്കാവുമായി 2 മണ്ഡലങ്ങളായി. അങ്ങനെ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായത്. 3ാം മോദി സർക്കാരിന് രൂപം കൊടുക്കുമ്പോൾ രാജ്യവ്യാപകമായി ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ പാർലമെൻറ്റ് മണ്ഡലങ്ങളുടെ പുനഃസംഘടന ഉണ്ടാവുമെന്ന് കണക്കാക്കപ്പെടുന്നു. ഒന്നുകിൽ നിലവിലുള്ള 540 മണ്ഡലങ്ങൾ നിലനിർത്തിക്കൊണ്ട് ജനസംഖ്യാനുപാതികമായി മണ്ഡലങ്ങൾ പുനഃസംഘടിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു നിശ്ചിത എണ്ണം ആളുകൾക്ക് ഒരു മണ്ഡലം എന്ന നിലയിൽ മണ്ഡലങ്ങളുടെ എണ്ണം കൂട്ടിയെന്ന് വരാം. ഏതായാലും കേരളത്തിലെ മണ്ഡലങ്ങളുടെ എണ്ണം കുറയുമെന്ന് ഉറപ്പാണ്. ലോക്സഭയിലെ ആകെ മണ്ഡലങ്ങളുടെ എണ്ണത്തിൽ വ്യത്യാസം വരുത്താതെ ജനസംഖ്യാനുപാതികമായി പുനഃസംഘടിപ്പിച്ചാൽ കേരളത്തിൽ വലിയ തോതിൽ കുറവുണ്ടാകും. ഇനി അതല്ല, ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചാലും കേരളത്തിൽ കുറവുണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ. അങ്ങനെയെങ്കിൽ ആ കുറവുണ്ടാകുന്നത് എവിടെയാണ്? ഒരു സംശയവും വേണ്ട, ക്രൈസ്തവ ജനസംഖ്യ കൂടുതലായി നിൽക്കുന്ന ജില്ലകളിൽ തന്നെയാവും അതുണ്ടാവുക. കോട്ടയവും പത്തനംതിട്ടയും എറണാകുളവും തൃശ്ശൂരും അടങ്ങുന്ന ജില്ലകളിൽ. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പോളിംഗ് ശതമാനത്തിൻ്റെ കണക്ക് ഒന്ന് പരിശോധിച്ച് നോക്കുക. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ വലിയ തോതിൽ കുറവുണ്ടായിട്ടുണ്ട് എന്നെല്ലാവരും സമ്മതിക്കുന്നു. ഏതാണ്ട് 78% 2019 71% 2024. 7% വ്യത്യാസം. ഇത് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആവില്ല എന്ന തിരിച്ചറിവിലുണ്ടായ സ്വാഭാവികമായ മാന്ദ്യമായി വിലയിരുത്തി കൈ കഴുകാൻ വരട്ടെ. ഓരോ ലോക്സഭാ മണ്ഡലത്തിലെയും കണക്കെടുത്ത് പരിശോധിക്കുമ്പോൾ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നത് ക്രൈസ്തവ ഭൂരിപക്ഷ മണ്ഡലങ്ങളിലാണ് വലിയ തോതിൽ വോട്ടിംഗ് ശതമാനം കുറഞ്ഞിരിക്കുന്നത് എന്നാണ്. പത്തനംതിട്ടയിലാണ് കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ പോളിംഗ് നടന്നത്. കഴിഞ്ഞ തവണത്തേക്കാൾ ഏതാണ്ട് 10% കുറവായിരുന്നു പോളിംഗ്. ഏതാണ്ട് 1,27,000 പേർ വോട്ട് ചെയ്തില്ല. കോട്ടയത്ത് 93,000 പേരും, ഇടുക്കിയിൽ 91,000 പേരും, ചാലക്കുടിയിൽ 89,000 പേരും, എറണാകുളത്ത് 87,000 പേരും, മാവേലിക്കരയിൽ 82,000 പേരും വോട്ട് ചെയ്തില്ല. ഈ മണ്ഡലങ്ങളെല്ലാം തന്നെ ക്രൈസ്തവ ജനസംഖ്യയുടെ അനുപാതം വളരെ കൂടി നിൽക്കുന്ന മണ്ഡലങ്ങളാണ്. ഈ മണ്ഡലങ്ങളിലാണ് ഏറ്റവും അധികം വോട്ടുകൾ കുറഞ്ഞു പോയത്. എന്തുകൊണ്ടായിരിക്കാം ഇത് സംഭവിച്ചത്? നമ്മൾ പലപ്പോഴും വേണ്ടതുപോലെ പഠിക്കാതെയും വിലയിരുത്താതെയും ഉപേക്ഷിക്കുന്ന ഒന്നാണ് പ്രവാസികളുടെ ജീവിതം. പ്രവാസികൾ 2 തരത്തിലുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലേക്ക് പ്രവാസികളായി പോകുന്ന താൽക്കാലിക പ്രവാസികളും പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് പോകുന്ന സ്ഥിരം പ്രവാസികളും. ഗൾഫ് രാജ്യങ്ങളിൽ പണിയെടുക്കാൻ പോകുന്നവർ, അവർ 30 വർഷമോ 35 വർഷമോ പണിയെടുത്താലും അവർക്ക് ഈ നാട്ടിലേക്ക് മടങ്ങി വരേണ്ടി വരും. ഇപ്പോൾ കുറച്ച് നിയമപരിഷ്കാരങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിലും അവരിൽ ഭൂരിഭാഗവും ഇന്ത്യൻ പൗരത്വം നിലനിർത്തി ഇങ്ങോട്ട് മടങ്ങുന്നവരാണ്. 3 വർഷം മുതൽ 30 വർഷം വരെ പല കാലയളവിലാണ് ഇവർ പണിയെടുക്കുന്നത്. അവിടെ ഡിമാൻഡുള്ള തൊഴിലാണെങ്കിൽ കൂടുതൽ കാലം പണിയെടുക്കാമെന്ന് മാത്രം. പല തൊഴിലുകളും അവർ സ്വദേശീയർക്ക് വേണ്ടി സംവരണം ചെയ്യാൻ തുടങ്ങിയതോടെ പല മേഖലയിൽ ഉള്ളവർക്കും മടങ്ങേണ്ടി വന്നു. ഇവരൊക്കെ എക്കാലത്തും ഇന്ത്യൻ പൗരന്മാരാണ്. അവർ അവിടെ പണിയെടുക്കുന്നു, കാശ് അയക്കുന്നു. എന്നാൽ പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക്, അത് അമേരിക്കയാണെങ്കിലും ബ്രിട്ടനാണെങ്കിലും യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങളാണെങ്കിലും ഓസ്ട്രേലിയ ആണെങ്കിലും കാനഡയാണെങ്കിലും കുടിയേറിപ്പോകുന്നവർ അവിടെ തന്നെ സെറ്റിൽ ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പണ്ടൊക്കെ 30 വയസ്സ് കഴിഞ്ഞ പ്രൊഫഷണലുകൾ, നേഴ്സുമാരാവാം, ഡോക്ടർമാരാവാം, IT-കാരാവാം, സാമ്പത്തിക വിദഗ്ധരാം, അവരൊക്കെയാണ് പോകുന്നത്. അവരൊക്കെ അവിടെ ജീവിച്ചു പോകും.
സ്റ്റുഡൻറ് വിസയിൽ പോകുന്നവരുടെ എണ്ണം കുറവായിരുന്നു. അങ്ങനെയുള്ളവർ പോലും അവിടെ സെറ്റിൽ ചെയ്യുന്ന സാഹചര്യമുണ്ടായി. എന്നാൽ ഇപ്പോൾ 17 വയസ്സാകുമ്പോൾ, അതായത് +2 പൂർത്തിയായി കഴിയുമ്പോൾ പ്രവാസം ആരംഭിക്കുകയാണ്. കൂടി ഇവരൊക്കെ പഠിക്കുന്നതിന് വേണ്ടി ബ്രിട്ടനിലേക്കും യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങളിലേക്കും കാനഡയിലേക്കും ഓസ്ട്രേലിയയിലേക്കും പോകുന്നു. പല യൂറോപ്യൻ രാജ്യങ്ങളിലും സൗജന്യമായി പഠിക്കാൻ പോലും കഴിയും. ഇനി അല്ലെങ്കിൽ പോലും നാട്ടിൽ നിന്നും ലോൺ കിട്ടും, അവിടെ പോയാൽ പാർട്ട് ടൈമായി പണിയെടുക്കാം, പിന്നീട് എങ്ങനെയെങ്കിലുമൊക്കെ പിടിച്ചു നിൽക്കാം എന്ന് തോന്നലുണ്ട്. കൂട്ടത്തോടുകൂടി മലയാളികൾ ഈ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഇങ്ങനെ യൂറോപ്പിലേക്ക് കുടിയേറിയത് തന്നെയാണ് ഈ പോളിംഗ് ശതമാനത്തിലെ കുറവിന് കാരണം. പലരും വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇടം പിടിച്ചവരാണ്, എന്നാൽ വോട്ട് ചെയ്തിട്ടില്ല. ഇക്കുറി കന്നി വോട്ട് കിട്ടിയിട്ട് അത് ഉപയോഗിക്കാൻ കഴിയാത്ത ലക്ഷക്കണക്കിന് മലയാളികളുണ്ട്. ഇത്തരക്കാരിൽ ഭൂരിഭാഗവും ഞാൻ ഈ സൂചിപ്പിച്ച മണ്ഡലങ്ങളിൽ നിന്നുള്ളവരാണ്. അതായത് ഈ നാട്ടിൽ വിദ്യാഭ്യാസത്തിനോ തൊഴിലിനോ കൊള്ളാവുന്ന ഇടമല്ല എന്ന് തിരിച്ചറിഞ്ഞ് ചെറുപ്പക്കാർ കൂട്ടത്തോടുകൂടി നാട് വിട്ടു പോകുന്നു. അവർ പഠിക്കുന്നതിനും പണിയെടുക്കുന്നതിനും കേരളം വിട്ടുപോയാൽ അവർക്ക് ഇങ്ങോട്ട് വരാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവും. ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകണമെങ്കിൽ പഠനമൊക്കെ പൂർത്തിയാക്കി പ്രൊഫഷൻ ഉണ്ടാകണം, അല്ലെങ്കിൽ ഒരു പണിയും കിട്ടാതെ അവിടേക്ക് വർക്കറായി പോകണം. എന്നാൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ അങ്ങനെയല്ല. സ്റ്റുഡൻറ് വിസയിൽ പോകാം, അവിടെ പാർട്ട് ടൈം ചെയ്യാം, അതിനുശേഷം എന്തെങ്കിലും ജോലിയോ ബിസിനസ്സോ ഒക്കെ ചെയ്യാം. ഞാനിപ്പോൾ ബ്രിട്ടനിലാണ് എന്ന് ഞാൻ മറ്റൊരു വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു. അനേകം മലയാളികൾ ഇവിടെ സംരംഭങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ആദ്യകാലത്തൊക്കെ വളരെ കുറവായിരുന്നു. എന്നാൽ ഇവിടെ എത്തുന്ന മലയാളികൾ ഹോട്ടൽ തുടങ്ങുകയോ അല്ലെങ്കിൽ കോർണർ ഷോപ്പുകൾ തുടങ്ങുകയോ അല്ലെങ്കിൽ ടേക്ക് അവേകൾ തുടങ്ങുകയോ എന്തിനേറെ നേഴ്സിംഗ് ഹോമുകളുടെ ഉടമകളാവുകയോ ചെയ്യുന്നത് പതിവ് കാഴ്ചയാണ്. 3, 4, 5 നേഴ്സിംഗ് ഹോമുകളുള്ള അനേകം മലയാളികളുണ്ട്. ഒന്നും വേണ്ട, അത്യാവശ്യം പണിയെടുക്കുന്നവർ പോലും 3, 4 വീട് വാങ്ങി ബൈ ടു ലെറ്റ് ബിസിനസ് ചെയ്യുന്നു. അതായത് നമുക്കൊരു വീടുണ്ട്, കൂടാതെ നമ്മൾ ബൈ ടു ലെറ്റ് എന്ന പേരിൽ ഒരു വീട് വാങ്ങുന്നു. അതാകുമ്പോൾ അല്പം പലിശ കൂടുതലാണ്, പക്ഷേ നൂലാമാലകളൊന്നുമില്ല. ആ വീടിന് വാല്യൂ ഉണ്ടെങ്കിൽ 25% ഡിപ്പോസിറ്റ് കൊടുത്താൽ വീട് കിട്ടും. അങ്ങനെ വീട് വാങ്ങി വാടകയ്ക്ക് കൊടുത്ത് ലാഭമുണ്ടാക്കുന്ന അനേകം പേരുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള സംരംഭകരായി ഇവിടെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു തൊഴിലുമില്ലാതെ ഒരു ഗതിയും പരഗതിയുമില്ലാത്ത നാട്ടിൽ എന്തിനു തുടരണം? ഈ ഒരു അവസ്ഥ കേരളത്തെ കൊണ്ടെത്തിക്കുന്നത് ഭയാനകമായ യാഥാർത്ഥ്യത്തിലാവും. ഇങ്ങനെ പോയാൽ ലോക്സഭ പുനഃസംഘടന വരുമ്പോൾ പത്തനംതിട്ടയും കോട്ടയവും ഇടുക്കിയുമൊക്കെ ലോക്സഭാ മണ്ഡലങ്ങൾ അല്ലാതായാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല. മറ്റൊരു കാര്യം കൂടി ഇതിന് സമാന്തരമായി നടക്കുന്നുണ്ട്. മലയോര പ്രദേശങ്ങളാണ് ഈ മണ്ഡലങ്ങളുടെയൊക്കെ മുഖമുദ്ര. നഗരത്തിൻ്റെ പേരാണെങ്കിലും പരിസര പ്രദേശങ്ങൾ മുഴുവൻ മലയോരങ്ങളാണ്. ഈ മലയോരങ്ങളിൽ പാർക്കുന്നവർക്ക് കൃഷി ചെയ്യാൻ കഴിയാത്ത സാഹചര്യം. വന്യമൃഗങ്ങൾ അവരെ ഓടിക്കുകയാണ്. കൃഷിയില്ല, ജീവിതമില്ലാത്ത അവസ്ഥ. അവരിൽ പലരും നഗരങ്ങളിലേക്ക് മാറുന്നു മാത്രമല്ല, മക്കളോടൊപ്പം ഇവരും വിദേശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. വല്ലാത്തൊരവസ്ഥയുടെ പ്രതീകമാണ് ഈ ലോക്സഭാ മണ്ഡലങ്ങളിലെ ഇടിഞ്ഞുപോയ പോളിംഗ് ശതമാനം. കോട്ടയം, ഇടുക്കിയും പത്തനംതിട്ടയും ഒക്കെ ലോക്സഭാ മണ്ഡലങ്ങൾ അല്ലാതാവുന്ന കാലം വിദൂരമല്ല എന്ന് തന്നെ ആശങ്കപ്പെടേണ്ടിയിരിക്കുന്നു.